ഹായ് ഓൾ. 2024 അവസാനിക്കാനാവുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് 2025 അവസരങ്ങളുടെ പെരുമഴ തുറന്നു തന്നിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ SBIയുടേതാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 2025 അവസാന പകുതിയിൽ നമ്മൾ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. 2025 നമുക്ക് ആദ്യം തന്നെ വരുന്ന പരീക്ഷകളിലൊന്നാണ് SBI ക്ലർക്ക്. ഒരു ബാങ്ക് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു ഡ്രീം ജോബാണ് SBIക്കകത്ത് കയറുക. ബാങ്കിങ് രംഗത്തെ ഏറ്റവും മികച്ച ബാങ്കുകളിലൊന്ന്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബാങ്ക്സ് ഇൻ ദ 5th പ്ലേസിൽ വരുന്ന ഒരു ബാങ്ക്. അതുകൊണ്ട് തന്നെ SBI നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. ദ ഫസ്റ്റ് തിങ് ഈസ് ഫെബ്രുവരി 2025 തന്നെ പരീക്ഷ വരുന്നു എന്നതാണ് പ്രിലിമിനറി പരീക്ഷ. ആൻഡ് ദ മെയിൻ എക്സാമിനേഷൻ വിൽ ബി ഓൺ മാർച്ച് ആൻഡ് ഏപ്രിൽ ഓഫ് ദ 2025. സോ റിസൾട്ടുകൾ എന്താണെങ്കിലും ഒരു മെയ് ജൂൺ മാസങ്ങളോടുകൂടെ എത്തുകയും ജൂലൈയിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാനും സാധിക്കും എന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടുത്ത വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല സെക്കൻഡ് ഹാഫ് തന്നെ ആയിരിക്കണം. ആ സെക്കൻഡ് ഹാഫിലേക്ക് പോകാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കേരളത്തിനകത്ത് വേക്കൻസികൾ പലപ്പോഴും കുറച്ച് വേക്കൻസികളിലേക്ക് മാത്രം റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത്തവണ SBI ക്ലർക്ക് നമുക്ക് 426 വേക്കൻസിയാണ് ട്രിവാൻഡ്രം സർക്കിളിന് കീഴിൽ കേരളത്തിൽ മാത്രമായി നൽകിയിരിക്കുന്നത്. കൂടാതെ ലക്ഷദ്വീപിൻ്റെ 2 വേക്കൻസികളും അങ്ങനെ ട്രിവാൻഡ്രം സർക്കിളിന് കീഴിൽ 428 വേക്കൻസികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഏജ് ബാർ എന്ന് പറയുന്നത് 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. രണ്ട് 4/1994 1/4/2004 ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആസ് യൂഷ്വലായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന റിലാക്സേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തുകൾ നോക്കിയാൽ തന്നെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ നൽകാൻ പറ്റുമോ എന്നത് ആ 2 ഡേറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. ദെൻ റിസർവേഷൻ 5 years ഫോർ SC ST, OBC ഫോർ 3 years, അത് റിസർവേഷൻസും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. സോ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു സാധനം അക്കാദമിക് ക്വാളിഫിക്കേഷനാണ്. അത് ഡിസംബർ 31, 2024 മുന്നേ കിട്ടിയിട്ടുണ്ടാവണം എന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ടാവണം എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. എനി ഡിസിപ്ലിനാണ്. പലപ്പോഴും ബാങ്ക് എക്സാമിനേഷനിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നവരെ സംബന്ധിച്ച് വരുന്ന ഒരു സംശയമാണ് ബാങ്ക് ജോലി BComകാർക്ക് മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് എന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്ന് മാത്രമാണ് നോട്ടിഫിക്കേഷൻ പറയാറുള്ളത്. നോർമലി എല്ലാ നോട്ടിഫിക്കേഷൻസും ബാങ്കിങ് മേഖലയിൽ വരുന്നത്. കൂടാതെ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഡേറ്റിന് മുന്നേ നമ്മൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത്. ഈവൻ ലാസ്റ്റ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ബട്ട് അവരുടെ ഡേറ്റ് ഓഫ് പാസിങ് 31/12/2024 മുന്നേ തന്നെ ആയിരിക്കണമെന്നത് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. സോ അപേക്ഷ അയക്കുക എന്നത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ. അതുകൂടാതെ എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം, എന്തൊക്കെ ചെയ്യണം എന്നതാണ്. നമുക്ക് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി മാസത്തിലാണ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്നത്. സോ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എഴുതാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ ആസ് യൂഷ്വൽ ബാങ്കിങ് മേഖലയിലുള്ളവർക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക് എക്സാമിനേഷൻ്റെയും പ്രിലിമിനറി എന്ന് പറയുന്നത് ഈ 3 സബ്ജക്റ്റുകളാണ്. അതേ സബ്ജക്റ്റുകൾ യാതൊരു മാറ്റങ്ങളുമില്ല. 100 ചോദ്യവും 100 മാർക്കും 1 മണിക്കൂർ സമയവുമായി QA, റീസണിങ്, ഇംഗ്ലീഷ് എന്ന് 3 സബ്ജക്റ്റിനകത്ത് മാത്രമായിട്ടാണ് ഒതുങ്ങിയിരിക്കുന്നത്. സോ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്താണെങ്കിലും ഫെമിലർ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ആൻഡ് ദ മെയിൻ എക്സാമിനേഷൻ വിൽ ബി ഓൺ മാർച്ച് ഏപ്രിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നു. മെയിൻ എക്സാമിനേഷനിലും നമ്മൾ പ്രിലിമിനറിക്ക് പഠിച്ച അതേ സബ്ജക്റ്റുകൾ പ്ലസ് ജനറൽ അവയർനെസ് ആൻഡ് ഫൈനാൻഷ്യൽ അവയർനെസ്. ആൻഡ് ദ മീഡിയം ഓഫ് എക്സാമിനേഷൻ വിൽ ബി ഇൻ ദ ഇംഗ്ലീഷ്. ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ സെഷൻസിനും വേരി ചെയ്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് ആൻഡ് ഫൈനാൻഷ്യൽ അവയർനെസ് 50 ചോദ്യവും 50 മാർക്കും നിങ്ങൾക്ക് 35 മിനിറ്റ് സമയം ഉണ്ടാകുമ്പോൾ ജനറൽ ഇംഗ്ലീഷിൽ 40 ചോദ്യവും 40 മാർക്കും 35 മിനിറ്റ്സുമാണ് അവൈലബിൾ ആവുന്നത്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 50 ചോദ്യവും 50 മാർക്കും 45 മിനിറ്റും. റീസണിങ് എബിലിറ്റി പ്ലസ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നതാണ്. ശ്രദ്ധിക്കണം, അത് ആ ഒരു വാക്ക് അവിടെയുണ്ട്. റീസണിങ് എബിലിറ്റിയോട് കൂടെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് കൂടെ വരുന്നുണ്ട്. ദെൻ അതിന് 50 ചോദ്യവും 60 മാർക്കുമാണ് 45 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 190 ചോദ്യവും 200 മാർക്കും 2 മണിക്കൂർ 40 മിനിറ്റിൻ്റെ ഒരു മെയിൻസ് പരീക്ഷയാണ് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ടെനറ്റേറ്റീവ് ഡേറ്റുകളായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്.
ആ പരീക്ഷകളാണ് നമ്മൾ എഴുതേണ്ടതും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കേരള സ്റ്റേറ്റിൽ മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലേക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ബട്ട് ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണമെന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ അത് 10th-ലോ 12th-ലോ ഒരു സബ്ജക്റ്റാക്കി പഠിച്ചിട്ടുണ്ടാവണം. അതർവൈസ് ആ ലാംഗ്വേജ് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവണം, എഴുതാനും വായിക്കാനും സംസാരിക്കാനും. നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് ഈ LPT എക്സാം പാസ്സാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങളിപ്പം കർണാടകയിൽ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും തമിഴ്നാട് കൊടുക്കുകയാണെങ്കിലും എവിടെ കൊടുത്തു കഴിഞ്ഞാലും ലോക്കൽ ലാംഗ്വേജ് ജോയിനിങ്ങിന് മുന്നേ തന്നെ പാസ്സായിരിക്കണം എന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ കാൻഡിഡേച്ചറിന് ബാധിക്കുന്ന ഒരു കാര്യമാണത്. സോ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തും അപേക്ഷ അയക്കാവുന്നതാണ്. പിന്നെ ഫൈനൽ സെലക്ഷൻ വിൽ ബി സബ്ജക്ട് ടു ദ മെയിൻ എക്സാമിനേഷൻ മാർക്കാണെന്നതും അതോടൊപ്പം സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം എന്നുമാണ് പറയുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. ജനുവരി എന്ന് പറയുന്ന ഒരു മാസവും ഈ ഡിസംബറിലെ കുറച്ച് ദിവസങ്ങളും നമ്മളോടൊപ്പമുണ്ട്. ഓൾറെഡി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പറേഷനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ പ്രിലിംസ് പാസ്സാവുക എന്ന് പറയുന്നതോ അതിനടുത്ത് വരുന്ന മാർച്ച് ഏപ്രിലിലെ മെയിൻസ് പാസ്സാവുക എന്ന് പറയുന്നതും ഏറ്റവും എളുപ്പമുള്ള ടാസ്ക്കാണ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് തിങ് എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ സാധിക്കുന്നു. കൂടാതെ എക്സാമിനേഷൻ ഫീസായിട്ട് നിങ്ങൾ 750 റുപ്പീസാണ് കൊടുക്കേണ്ടത്. SC ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. പക്ഷേ ജനറൽ OBC EWS കാറ്റഗറിക്കാർക്ക് 750 റുപ്പീസ് ഫീസായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ നോർമലി ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, സ്റ്റുഡൻസ് പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കുകളിലൊന്നാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറിപ്പോവുക, സിഗ്നേച്ചർ മാറിപ്പോവാറ്, ഫോട്ടോ മാറിപ്പോവൽ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി അപ്രൻറ്റീസ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് SBIയിൽ അപ്രൻറ്റീസ് കഴിഞ്ഞവരെ സംബന്ധിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആവശ്യമുണ്ട്. മറ്റുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ദർ ഇസ് എൻ ഹാൻഡ് റൈറ്റിംഗ് ഡിക്ലറേഷൻ, ഇത് എല്ലാം ഇമേജുകളായിട്ട് തന്നെ വരണം. ഇതിൽ പലപ്പോഴും കാൻഡിഡേറ്റ്സിന് പറ്റുന്ന മിസ്റ്റേക്കുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു സാധനം പലരും ശ്രദ്ധിക്കാറില്ല. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എല്ലായ്പ്പോഴും ബ്ലൂ ഇങ്കിലാണ് ചെയ്യേണ്ടത്. പലരും റെഡൊക്കെ കൊടുക്കാറുണ്ട്. പലപ്പോഴും ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലും നിങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കഴിയുന്നതും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇത് ബ്ലൂ ഇങ്ക് തന്നെ യൂസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കണം എന്നതും അത് ബ്ലാക്ക് ഇങ്ക് പേനയുമാണ് പറയുന്നത്. ഒന്ന് ബ്ലൂ ഇങ്ക് ആണെങ്കിൽ ഒന്ന് ബ്ലാക്ക് ഇങ്ക് ആണ് പറയുന്നത്. അത് കൃത്യമായിട്ടും നിർബന്ധമായിട്ടും അതേ ഫോർമാറ്റിൽ തന്നെ യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള ഈ അവസരം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. SBIയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ അവൈലബിൾ ആണ്. ആ ലിങ്കിൽ തന്നെ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഡേറ്റുകൾ നമുക്ക് 17-ാം തീയതി മുതൽ തന്നെ, അതായത് ഓൾറെഡി ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ജാനുവരി 7-ാം തീയതി വരെ അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. ബട്ട് ഒരു കാരണവശാലും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. ആസ് ഏർലി ആസ് പോസിബിൾ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നല്ല സമയം നോക്കേണ്ടതില്ല. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ കൃത്യമായിട്ടും ആപ്ലിക്കേഷൻ അയക്കുക, എക്സാമിനേഷൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ക്യൂബിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്യൂബിറ്റിൽ SBIക്ക് വേണ്ടി സ്പെഷ്യൽ മിഷൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മിഷൻ ബാച്ച് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ സീ യു ഇൻ ദ മിഷൻ ബാച്ച് ഓൾസോ.